ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷോപ്പിംഗ് വ്ളോഗ് 2. അപ്പം ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്നും ഷോപ്പിംഗ് ആണ്, കാരണം നമ്മൾ കഴിഞ്ഞ അപ്ലോഡ് ചെയ്തതും ഒരു ഷോപ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഷോപ്പിംഗ് പ്ലസ് ഈറ്റിംഗ് എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ മുന്നേ എടുത്ത് വെച്ചാട്ടോ, തുടർച്ചയായി ഇങ്ങനെ ഷോപ്പിംഗ് തന്നെ അപ്ലോഡ് ചെയ്യാന്ന് ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു 2 എന്നുള്ളൊരു ടാഗ് കൊടുത്തത്. അപ്പോൾ കയറിയപ്പാടെ ഉമ്മച്ചീനെ കാണാമല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മച്ചീനെ തപ്പാം. പിന്നെ നമുക്കറിയാം എങ്ങനെയായാലും ഉമ്മാർ പോയാൽ നേരെ പോയിട്ട് പച്ചക്കറിയിലോ ഫ്രൂട്ട്സിലാണ് പോയി നിൽക്കുക. അപ്പോൾ പിന്നെ ഏതായാലും അങ്ങോട്ട് വെച്ച് നടന്നിട്ടോ. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഉണ്ട് പോയി നോക്കിയപ്പോൾ പിന്നെ സ്വാഭാവികം അവിടെ തന്നെ പച്ചക്കറിയും ഇതൊക്കെ എടുക്കണ ഒരു തപ്പൻ്റെ തിരക്കില്ല. കാരണം ഇപ്പം എന്തോ ഓഫർ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ഷോപ്പിങ്ങിൻ്റെ തിരക്കില്ല. അപ്പോൾ വാവ ഇവിടെ കാർട്ടൊക്കെ പിടിച്ച് വാവക്കറിയാം ഉമ്മ കുറേ സാധനം എടുത്തില്ലെങ്കിലും അമ്മക്ക് കുറേ സാധനം എടുക്കാനുണ്ടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വാവ കാട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ റൂഹിനെ പിന്നെ നേരെ അതിൽ തന്നെ ഇരുത്താം കേട്ടോ. ഇത്രയും ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരുണ്ടാവും എൻ്റെ കർത്താവ്. പിന്നെ പിടിച്ചോ പിടിച്ചാ അങ്ങനെ പിന്നെ റോഹിനെ അതിലിരുത്തി പിന്നെ നമ്മളെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾക്ക് പിന്നെ വേണ്ടി വരിക ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചീസ്, പാല്, അങ്ങനത്തെ ഓരോ സാധനമല്ലേ കയറാം. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഇങ്ങോട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെ വന്നു കേട്ടോ. നമുക്ക് വേണ്ടിയൊക്കെ ചീസൊക്കെ നോക്കണം, ഇങ്ങനത്തെ സ്ലൈസ് എടുക്കണോ അല്ലാതെ മറ്റേ ടൈപ്പ് എടുക്കണോ എന്നൊക്കെ നോക്കണം. അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോഴൊന്നും പിന്നെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ സാധനങ്ങൾ നോക്കി എടുക്കുന്ന തിരക്കിലായതുകൊണ്ട്. നമ്മൾ ഏകദേശം സാധനം എടുത്ത് കഴിഞ്ഞിട്ട് ഉമ്മച്ചിക്ക് അങ്ങനെ പച്ചക്കറി വിട്ട് പോരാൻ തോന്നുന്നുണ്ട്. അപ്പോഴും പോന്നിട്ടില്ല കേട്ടോ. അവിടുന്ന് വീണ്ടും അതും ഇതൊക്കെ ആയിട്ട് ചിക്കി പൊറുക്കി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുണ്ട് ഒരു കുട്ടി വണ്ടി വന്നിട്ട് ഇങ്ങനെ റോഹിനെ ഇങ്ങനെ നോക്കണേ. അങ്ങനെ ചിലർക്ക് അങ്ങനെയല്ലേ കാരണം ഇഷ്ടമായിക്കാരല്ലോ കുട്ടികളെ. അപ്പോൾ അങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ നക്കറ്റ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തും ചെയ്ത്. പഞ്ചസാര എടുത്തത് 1 കിലോ ഉണ്ടല്ലോ, 2 കിലോ 2 കിലോ അല്ല പഞ്ചസാര 2 കിലോ ഉണ്ടെന്ന് പറഞ്ഞിന്. പച്ചക്കറി അതില്ലാത്ത അപ്പൊ നിങ്ങൾ ഇതിക്ക് വലിച്ചിടെ അവിടെ ഇതാക്കിയില്ല, സ്റ്റിക്കറൊക്കെ ചെയ്യില്ലേ? സ്റ്റിക്കർ നമ്മൾ ബില്ലാത്ത പോലെ സ്റ്റിക്കർ ഒട്ടിച്ചാല് അതിന് ഇത് പിന്നെ പഞ്ചാരൊക്കെ വേറെ വെക്കാം. ഓ നല്ല ടീം. പഞ്ചസാര എടുത്തിട്ട് എന്നാ ഇത് ഉണ്ടി കൊണ്ടുപോയാണ്ടേ ഓലോട് ബില്ലാക്കി തരാൻ പറയും പച്ചക്കറിക്ക്. അതവിടെ അതായത് പച്ചക്കറി ബേബി സോപ്പ് ഇല്ല ചേച്ചി, അപ്പം ജോൺസൺ വേണ്ട, ഹിമാലയ മാമായർത്തോ സബാമട്ട് ഉണ്ടോ? സബാമട്ടിന് ഷാമ്പു ബോഡി ലോഷനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റോഹിക്ക് ബേബി സോപ്പ് നോക്കട്ടെ. അപ്പോൾ അവിടെ ഷാമ്പു കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഷാമ്പൂവിൻ്റെ നോക്കുകയാണ്, എങ്ങനെ റേറ്റ് കാര്യങ്ങൾ എന്നൊക്കെ നോക്കുകയാണ്. സാധാരണ സബാമഡും ഹിമാലയാണ് സോപ്പ് യൂസ് ചെയ്യല്ലേ. അപ്പോൾ പിന്നെ ലാസ്റ്റ് ഹിമാലയ തന്നെ എടുത്തിട്ടോ. സബാമഡിന് പിന്നെ നല്ല പൈസ ഉണ്ട് നമുക്കറിയാം, പക്ഷേ ബഡ്ജറ്റ് വിചാരിച്ചതിനായിട്ടും കൂടി പിന്നെ ലാസ്റ്റ് ഹിമാലയ തന്നെ ആക്കിട്ടോ. അത് നമുക്ക് വില കൂട്ടണം. നമ്മളിപ്പോൾ കുറേ സാധനം എടുത്തു.
അങ്ങനെ പിന്നെ നമ്മൾ ലാസ്റ്റ് മയോണൈസ് എടുക്കുക കേട്ടോ. മയോണൈസ് നമ്മൾ നഗറ്റ്സും ഇതൊക്കെ എടുത്തുകൊണ്ട് അതൊക്കെ ആഡ് ചെയ്യാൻ എന്നുള്ള നിലക്ക്, കാരണം അങ്ങനെ തിന്നുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ. അപ്പം സോസും മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ തിന്നൽ. അപ്പം അങ്ങനെ എടുത്തപ്പം നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ട്, ഒരു 500 അതിലേറെ കവിയരുതെന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും പോവുക. പക്ഷേ എങ്ങനെ അതിൽ കവി കിട്ടും. അപ്പം ആഡൊക്കെ ചെയ്തിട്ട് നോക്കാച്ച് അങ്ങനെ നമ്മൾ ആഡ് ചെയ്തു. പക്ഷെ എന്തായാലും മാഗി വേണമെന്നുള്ള ഇതിന് പിന്നെ ലാസ്റ്റ് മാഗിയും ഇപ്പം നമുക്ക് ഇഷ്ടമല്ല കേട്ടോ, അതായത് അതിൻ്റെ ആ ഓറഞ്ച് കളറ്. അപ്പോൾ നമ്മൾ വേറെ പാസ്തയൊക്കെ നോക്കുകയാണ്. പിന്നെ ലാസ്റ്റ് ഇപ്പിൻ്റെ ഏതൊരു വയലറ്റ് പാക്കറ്റൊക്കെ കണ്ടു, അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വിചാരിച്ച് പിന്നെ അതെടുത്ത്. പിന്നെ ഇതൊക്കെ വെറുതെ കിൻഡർ ജോയ്ക്ക് ഒരു ഓർമ്മകൾക്ക് നോക്കാട്ടെ, എങ്ങനെ ആയാലും ഉമ്മ വാങ്ങിത്തരില്ല. അപ്പം അതുകൊണ്ട് പിന്നെ അത് തിന്നുന്ന പ്രായമല്ല, അല്ല അങ്ങനെ പ്രായപരിധിയൊന്നുമില്ല, എന്നാലും പിന്നെ നമ്മൾ അത് വാങ്ങിയില്ല. പിന്നെ അങ്ങനെ നമ്മൾ നേരെ ബില്ലിങ്ങൾക്ക് പോവാട്ടോ. പിന്നെ നഗറ്റ്സ് ഏതാ ഫ്ലേവർ? അതെ ഡോണറ്റ്. സോപ്പിട്ട് സോപ്പിട്ട് വേണ്ട. ബില്ല് ഞാൻ വലിച്ചിട്ടപ്പോഴാട്ടോ അറിയണം നമ്മൾ ഇത്രയും സാധനം നമുക്ക് വാങ്ങി. നമുക്ക് പിന്നെ കുറേ വീട്ടിലുള്ള സാധനം എന്തായാലും വാങ്ങണമല്ലോ. അപ്പോൾ നമുക്കുള്ള കുറച്ച് കുറക്കാൻ വിചാരിക്കും, പക്ഷെ നടക്കലില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോക്ക് കാത്തിക്കാണേ. അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇവിടെ എത്തിട്ടോ. അപ്പം ഇമ്മച്ചി കുറേ പച്ചക്കറിയൊക്കെ വേണം. അപ്പോൾ അതില്ലാതെ ഞങ്ങളെ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വാങ്ങിയത് എന്നാണ് കാട്ടിയിരുന്നത്. അപ്പോൾ ആദ്യം വാവക്കൊരു നോട്ടൊക്കെ വാങ്ങിയത് കേട്ടോ, വേറെ ഉള്ള ഒരു നോട്ട്ബുക്ക്. പിന്നെ മയോണൈസ് വാങ്ങിയിട്ടുണ്ട്, ചെറിയ പാക്കറ്റാണ്. പിന്നെ നഗറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് റോഹിക്ക് സോപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈസ് ഇത് തൂക്കി വാങ്ങിയതാട്ടോ. ഇതൊക്കെ റെഡി ടു കുക്കാണ്. അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് ബ്രെഡ് വാവക്ക് വേണം പറഞ്ഞിട്ട് അത്. പിന്നെ ഓൾക്ക് കളറ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഓൾക്ക് കോൺഫ്ലെക്സ്. പിന്നെ ഇതെന്താ കോപ്പിഗോൻ്റെ ക്യാൻഡി. ഇതിലെത്ര ക്യാൻഡി ഉണ്ടാവും? അങ്ങനെ ഒരു ക്യാൻഡി വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാവക്ക് ഇത് കണ്ടപ്പോൾ ഒക്കെ പാലട ഉണ്ടാക്കണം എന്ന് പോതി. അപ്പോൾ ഓളെന്തായിട്ട് ഈ പാലടൻ്റെ മിക്സ്, അപ്പോൾ പാലട മിക്സ് അതിക്ക് പാല് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതെന്താ പഫ് കോൺ, കുർക്കുറേൻ്റെ പഫ് കോൺ കേട്ടോ. ഇങ്ങനെ കേട്ടോ ക്യാൻഡി. സാധാ നമ്മൾ ഉറുപ്പ്യൻ്റെ കോപ്പിക്കോന്നെ അല്ലേ, അതിന് ഇത്ര വില വരുന്നേ? നഷ്ടാണ്. അപ്പം ഗൈസ് അത് നഷ്ടാട്ടോ കോപ്പിക്കോ. നൂഡിൽസ് ഇപ്പി, നമുക്ക് ഇപ്പിൻ്റെ ചോപ്പ് ഇഷ്ടമല്ല കേട്ടോ, മഞ്ഞ നൂഡിൽസാണ് ഇഷ്ടം. അപ്പം നമ്മൾ ഇതാണ് വാങ്ങിയത്. ആദ്യമായിട്ടാണ് വയലറ്റ് കളർ മൂഡ് മസാല. പിന്നെ CD മാർക്കർ, അത് ഉമ്മാൻ്റെ പച്ചക്കറി. അപ്പം അത്രയൊക്കെ കേട്ടോ നമ്മൾക്ക് വാങ്ങിയത് അത്രക്കുള്ളൂ. കളറും ഇതൊക്കെ ഓൾക്ക് വാങ്ങിയതാട്ടോ. എനിക്ക് വാങ്ങിയത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ്, നഗറ്റ്സ്, പിന്നെ മയോണൈസ്, പിന്നെ സോപ്പ്. മെയിനായിട്ട് എനിക്ക് ഇത് അതിന് നോക്ക് കോപ്പിക്ക മാത്രം എടുത്തിട്ടുള്ളൂ ഗൈസ്. മാഗി പിന്നെ മാഗി വേണം. മുട്ട ബ്രെഡൊക്കെയുള്ള കേട്ടോ, ആംപ്ലേറ്റ് മുട്ട അടിക്കാൻ. പിന്നെ ഉമ്മാക്ക് കൂട്ടാൻ. അപ്പം ഇത്രയൊക്കെ സാധനം ഉണ്ടാവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഫുട്ടേജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ബിഗ് ബില്യൺ സെയിലിൻ്റെ ടൈമിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിന്. അപ്പോൾ ഒരു 4 സാധനങ്ങൾ ഒരുമിച്ചാണ് വന്നത്. പിന്നെ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിന്. അതൊക്കെ ഓരോന്ന് വന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തില്ലേണ്ടോ. അപ്പോൾ ഇതിങ്ങനെ വീഡിയോ എടുത്ത് ഒപ്പം 4 വന്നപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തേനി. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തൊക്കെ
ഓർഡർ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാട്ടിത്തരാം. അപ്പം നമ്മൾ ഡയപ്പറാണ് ഡയപ്പർ. ഇതിൽ 46 പമ്പേഴ്സ് ആട്ടോ, അല്ല 42. ഇനി അടുത്തത് അതിങ്ങനെ ഇവിടെ പൊട്ടിച്ച ഇതെന്താ കത്തിക്ക് മൂർച്ചല്ലേ? ദിസ് ഈസ് ഹെയർ ഓയിൽ. നമ്മുടെ കയ്യിൽ നോക്കൂ, ബ്ലാക്ക് ചാമിൻ്റെ ഹെയർ ഓയിൽ കേട്ടോ. അത് നമ്മൾ എന്താ പറയുക, ദ സീക്രട്ടിൻ്റെ നമ്മൾ പേളിമാണിയൊക്കെ എൻ്റെ ഫേവറേറ്റ് ഹെയർ ഓയിൽ. അപ്പോൾ അതുപോലെ നമ്മൾ അത് കണ്ടപ്പം നമ്മൾ നല്ല ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഹെയർ ഫാളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളും മേടിച്ചു ബ്ലാക്ക് ചാം കേട്ടോ. ഇനി അടുത്തത് നെക്സ്റ്റ് കേട്ടോ. ഇതിന് വേറെ ഇതാ അയ്യാക്കെ പാടെ വലിച്ചിട്ടുണ്ട്. സൺസ്ക്രീൻ ചെറുതായിട്ട് പൊട്ടിട്ട് ഹാൻഡിൽ കിട്ടി കേന്ന് പറഞ്ഞിട്ട് സർവീസ് കൊള്ളത്തില്ല. നമ്മള് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഫിക്സ് ഡെർമ. ഡോട്ട് ആൻഡ് കീൻ്റെ സൺസ്ക്രീൻ കേട്ടോ. തുറന്നുതരാം. Handle with the tire. What about surprise? എത്രങ്ങാനുണ്ട് guys. ഡോട്ട് ആൻഡ് കീൻ്റെ കേട്ടോ. ഇനി അടുത്തത് എന്താണ് നോക്കാം. ലിബാം. Lip-balm ഒന്നുമല്ല. ലിബാം Lip-balm? ഗായ്സ് കിട്ടി ഗായ്സ്. ബീട്രൂട്ട് ലിപ്പാം കേട്ടോ. നമ്മൾ ബീട്രൂട്ട് ലിപ്പാം. അപ്പം ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത്. പിന്നെ പമ്പേഴ്സ് ഉണ്ട്, ഒരു ഹെയർ ഓയിൽ, ബ്ലാക്ക് ചാം, പിന്നെ ഫിക്സിൻ്റെ ഒരു മോയ്സ്ചറൈസർ, ഇത് സൺസ്ക്രീൻ, സൺസ്ക്രീൻ, ഇത് ഡോട്ട് ആൻഡ് കീൻ്റെ ഒരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു ബീട്രൂട്ട് ലിപ്പ് ബാം.